ഇന്ന് വന്നിരിക്കുന്നത് നേന്ത്രപ്പഴം കൊണ്ടുള്ള ഒരു വെറൈറ്റി പലഹാരത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. തൊലി നന്നായിട്ട് കറുത്തുപോയ നേന്ത്രപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റെസിപ്പിക്കായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ 2 വലിയ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഇതുപോലെ വട്ടത്തിലോ അല്ലെങ്കിൽ ഇതിലും ചെറിയ ചെറിയ പീസസ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൽ നിന്ന് 5-6 പീസ് ഞാനൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ആവശ്യമായിട്ട് വരും. അതിനുശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നല്ലതുപോലെ ഒന്നിങ്ങനെ വഴറ്റിയെടുക്കാനുള്ളതാണ്. ഇനി ഈ പഴം നല്ലതുപോലെ ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ ഒന്നിങ്ങനെ വഴറ്റി കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് വഴന്ന് കിട്ടാനായിട്ട് ഞാൻ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ പഞ്ചസാര മെൽറ്റ് ആവില്ല, അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടുന്നതായിരിക്കും. അങ്ങനെ ഇത് കണ്ടല്ലോ, പഴം ഇപ്പോൾ നല്ലതുപോലെ തന്നെ സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ ചെറിയ തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. തേങ്ങ ചേർത്തിട്ട് ഒന്നുകൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുത്തോളൂ. ഇതിപ്പോൾ പഴം നല്ലതുപോലെ തന്നെ സോഫ്റ്റ് ആയതുകൊണ്ട് നന്നായിട്ട് ഉടച്ചെടുക്കാൻ പറ്റും. നല്ലതുപോലെ ഉടച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ വഴറ്റി കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അവിലാണ്, വെള്ള അവിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കനം കുറഞ്ഞ വെളുത്ത അവിലുണ്ടാവല്ലോ, അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ ഇതുപോലെ നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അവിൽ കൂടി ചേർത്തിട്ട് എല്ലാം നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ ഇതാ എല്ലാം നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിന്റെ ചൂട് പോകാനായിട്ട് മാറ്റി വെക്കാം. ആ സമയത്ത് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലോട്ട് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. മൈദക്ക് പകരം ഗോതമ്പ് പൊടി വേണമെങ്കിൽ ഗോതമ്പ് പൊടി യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴത്തിലെ പീസ് ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. ഇതിനൊരു യെല്ലോ കളർ കിട്ടാനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അരച്ചെടുക്കാനായിട്ട് ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പശുവിൻ പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1/2 കപ്പ് പാല് ചേർത്തിട്ട് ആദ്യം ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് നോക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അങ്ങനെ ഇതാ ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ബാറ്റർ വേണ്ടത്. ഈ ഒരു സമയം കൊണ്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് നല്ലതുപോലെ ചൂടൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ച് കൊടുക്കാം. കുറച്ച് എണ്ണ കയ്യിൽ തടവിട്ട് വേണമെങ്കിൽ ഒന്ന് കുഴച്ച് കൊടുത്താലും മതി. ഇനി ഇതിൽ നിന്ന് കുറച്ചായി എടുത്തിട്ട് നമുക്കൊന്ന് ഉരുട്ടി ഷേപ്പ് ചെയ്തെടുക്കാം. കുഞ്ഞു കുഞ്ഞു ബോൾസ് ആയിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് കണ്ടല്ലോ, കുറച്ച് എടുത്തിട്ട് കൈയുടെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടി ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ എല്ലാം ഇവിടെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്നാക്സ് ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഞാൻ എള്ളിട്ട് കൊടുക്കുകയാണ്. കറുത്ത എള്ളിട്ട് കൊടുക്കുകയാണ്. ഓപ്ഷണലാണ്, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കറുത്ത എള്ള് കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബോൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് സ്പൂൺ കൊണ്ട് എണ്ണയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അത്രയേ ഉള്ളൂ. ഇതുപോലെ നല്ല തിക്കായിട്ടുള്ള ബാറ്ററാണ്. അപ്പോൾ നല്ലതുപോലെ തന്നെ കോട്ടായി കിട്ടും. കണ്ടല്ലോ, നല്ലതുപോലെ തന്നെ കോട്ടായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങനെ തന്നെ എടുത്തിട്ട് നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കുന്ന പാത്രത്തിൽ വെള്ളത്തിനനുസരിച്ച് നമുക്ക് എത്ര വേണമെങ്കിലും ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് ചൂടുള്ള എണ്ണ ഒന്ന് കോരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഇത് ഫ്രൈ ചെയ്ത് കിട്ടുന്നതായിരിക്കും. എന്നിട്ട് തിരിച്ചും മറിച്ചുവിട്ട് നല്ലൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. വളരെ പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടുന്നതായിരിക്കും. അങ്ങനെ ഒത്തിരി സമയമൊന്നും എടുക്കില്ല. അങ്ങനെ ഇതാ നമ്മുടെ ആദ്യത്തെ ബാച്ച് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ എല്ലാം ഇവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇതിൻ്റെ പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവുക. ചൂടോടുകൂടി കഴിക്കുകയാണെങ്കിൽ ഉൾഭാഗത്ത് പഴവും തേങ്ങയും അവരൊക്കെ ചേർന്നിട്ടുള്ള മിക്സും ആണല്ലോ, നല്ല ടേസ്റ്റാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ കുറച്ച് ഹെൽത്തിയാണ്. പഴം കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കൊടുത്താൽ മതി. അവർ നല്ല ഇഷ്ടത്തോടു കൂടി കഴിച്ചോളൂ.